അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റോട് കൂടിയിട്ട് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ആൻസർ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാരേജിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മാരേജിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ പറയുന്നത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എൻ്റെ കല്യാണം. അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു കേട്ടോ. അന്ന് എൻ്റെ ഉപ്പാക്ക് ഹോട്ടലായിരുന്നു. ഞങ്ങൾ വാടകപ്പുരയിലായിരുന്നു താമസിക്കുന്നത്. ഇപ്പോഴും വാടകപ്പുര തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്തൊക്കെ ഞാൻ എപ്പോൾ എൻ്റെ തറവാട്ടിലേക്ക് പോയി നിൽക്കായിരുന്നു. എന്നൊക്കെ ഭയങ്കര സ്നേഹമുള്ള ഒരു ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ തറവാട്ടിൽ പോയ സമയത്താണ് ഇന്നിങ്ങനെ കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അമ്മ ഫോൺ വിളിക്കണം കേട്ടോ, ഉമ്മയും കൂടിയിട്ട്. അപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ ഭാര്യയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. താത്ത ഓക്കെ വായോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, എനിക്കിപ്പോൾ ഒരു കല്യാണമൊന്നും ശരിയാവില്ല, ഞാൻ പഠിക്കുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ വാശി പിടിച്ചിട്ട് പിന്നെ ആ ഒരു പ്രായം എത്ര വയസ്സെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു പ്രായം, എന്താ കല്യാണം ഒന്നും അറിയാത്തൊരവസ്ഥയിലുള്ള സമയമാണ് കേട്ടോ. എന്നിട്ട് കുഞ്ഞുമ്മ പറഞ്ഞ് സാരില്ല, അപ്പാനും ഉമ്മാനും നാണം കെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ശരി നിൽക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കാന്നൊക്കെ റെഡി ആയിട്ട് നിന്ന്. എന്നാലും എങ്ങനെയുള്ള ആളാന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ, ഇതെന്താ സംഭവം എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇവരിങ്ങനെ കാണാൻ വരുമ്പോൾ കാറിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഞാൻ അവിടെ തറവാടിൻ്റെ അവിടെ ഒരു കിണറുണ്ട്, അവിടെ ഇങ്ങനെ നിന്നിട്ട് നോക്കുക കേട്ടോ. ആ ഒരു അവസ്ഥ ആലോചിച്ചു എത്തിച്ച് നോക്കുകയാണത് എങ്ങനത്തെ ആളാണ്, എന്താണ് ആളറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ എത്തിച്ച് നോക്കുകയാണ്. അങ്ങനെ എത്തിച്ച് നോക്കി ആളെ കണ്ടു. ആളൊരു കറുപ്പ് ഷർട്ടും ഒരു വെള്ള ഡബിളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരികയാണ്. കുറേ ആൾക്കാരും ഉണ്ട് കേട്ടോ, ഇവരുടെ ഫ്രണ്ട്സ് കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ വന്നു, കാണാൻ നിന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരു പൊട്ട ബുദ്ധി തോന്നി, പേരൊക്കെ പറയുമ്പോൾ കുറച്ച് വിക്കിയിട്ടൊക്കെ പറഞ്ഞാൽ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാലോ എന്ന് എഴുതിയിട്ട് പേരൊക്കെ ചോദിച്ചപ്പോൾ എലിപ്പാൻ്റെ കൈ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. പേരൊക്കെ പറയുമ്പോൾ വിക്കിയിട്ടൊക്കെ പേര് പറഞ്ഞത് പേരൊക്കെ പറഞ്ഞു കൊടുത്ത്. എന്നിട്ട് അവരങ്ങനെ പോയിട്ട് ഞാൻ വിചാരിച്ചു ഇനി ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച്. ഫസ്റ്റ് എക്സ്പീരിയൻസ് കണ്ടു, ആദ്യമായിട്ട് ഒരാൾ കാണാൻ വരുന്നു. എന്നിട്ട് അയാൾ പോയിട്ട് വിളിച്ച് അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഇഷ്ടമായിക്കണമെന്ന് പറഞ്ഞാൽ ആർക്കും ഭയങ്കര സന്തോഷം. പക്ഷെ എനിക്കൊട്ടും സന്തോഷമില്ല കേട്ടോ, എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കല്യാണമായിരുന്നു കേട്ടോ അന്ന്. എന്നിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിശ്ചയം, അറക്കാൻ കൊണ്ടുപോകണ്ടായി പെട്ടെന്ന് തന്നെ നിശ്ചയം കാര്യങ്ങളൊക്കെ ഡേറ്റ് ആയി ഉറപ്പിച്ച്. അങ്ങനെ നിശ്ചയം കഴിഞ്ഞു. നിശ്ചയത്തിൻ്റെ അന്ന് 2 പവൻ്റെ വളയും ഡ്രസ്സും കഴിച്ചതിനൊക്കെയാണ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിശ്ചയം ഭയങ്കര വലുതാക്കിയിട്ടാണ് കഴിച്ചത്, ഉപ്പാടെ വീട്ടിൽ വെച്ചിട്ടാണ് കഴിച്ചത് കേട്ടോ. അന്ന് നമുക്കുള്ള വില പറയണ്ടേ, അന്നത്തെ കാലത്ത് പെൺകുട്ടികളെ കല്യാണം കഴിക്കുമ്പോൾ പെട്ടെന്ന് ചോദിക്കുക എന്താ സ്ത്രീധനോ അല്ലേ. അപ്പോൾ 1,30,000 പവനും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് 25 പവനിലൊക്കെ ഒപ്പിച്ചിട്ട് കല്യാണമൊക്കെ ടൈമായി. ആ ടൈം ആകുമ്പോൾ ഉപ്പാടെ ആൾക്കാരൊക്കെ കാലം മാറിയിട്ടോ. ഒരു മനുഷ്യ ഉണ്ടായിരുന്നില്ല എൻ്റെ ഉപ്പാൻ്റെ കൂടെ, ഒരാളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു ടൈമിൽ കല്യാണത്തിൻ്റെ ആ സമയമാകുമ്പോഴേക്ക് ഞങ്ങൾ തീരുമാനിച്ചത് എന്താ വെച്ചാൽ താത്താൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് സ്വർണ്ണം എടുത്ത സ്വർണ്ണക്കടയിൽ കുറച്ച് പൈസ നമ്മൾ കൊടുക്കാനുണ്ട്. ആ പൈസ കൊടുത്തിട്ട് എനിക്കുള്ള സ്വർണ്ണം എടുക്കാന്നൊക്കെയാണ് തീരുമാനിച്ചിട്ട്. ആ പൈസ കൊടുക്കുക വെച്ചാൽ നമുക്ക് എല്ലാവരും സഹായിക്കുമല്ലോ, അങ്ങനെ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മുത്തക്ക ഫോൺ വിളിച്ചിരുന്നു കേട്ടോ. ഈ നിശ്ചയം കഴിഞ്ഞ് മുത്തക്ക എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്. നിശ്ചയം കഴിഞ്ഞപ്പോൾ മുതൽ നമുക്ക് ഫോൺ വിളി തുടങ്ങുമല്ലോ. അങ്ങനെ ഫോൺ വിളിച്ചതിൽ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായി, ആൾക്ക് ഇന്നെ ഇഷ്ടമായി, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, ഫോൺ വിളിയിലൂടെ ഉള്ള ഇഷ്ടം കേട്ടോ, ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നേ വരെ നമ്മളോട് ഒന്നുമില്ല, സ്വർണത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല. ആ ടൈമിലാണ് എൻ്റെ താത്താൻ്റെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് താത്ത നിൽക്കാൻ വന്നത്. അപ്പോൾ പിന്നെ വിചാരിച്ചിരുന്ന ഓളെ മഹറൊക്കെ ഊരിയിട്ട് പണം, ബാക്കിയൊക്കെ ഓളെ ഹസ്ബൻഡ് പോകുമ്പോൾ വിറ്റിട്ടും പണയം വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഒന്നും ഓൾക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് മഹറന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോട് ചോദിക്കാതെ ഞങ്ങൾ പണയം വെച്ച്. എന്ന് വിചാരിച്ചാൽ എനിക്ക് സ്വർണ്ണം എടുക്കുമ്പോൾ അതിന് കുറച്ച് കൂടുതൽ എടുത്തിട്ട് പണയം വെച്ചിട്ട് ഇവളുടെ എടുക്കാമെന്നൊക്കെ അങ്ങനെ പ്ലാനൊക്കെ ചെയ്തിട്ടാണ് പണയം വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് കുറച്ച് പൈസ അമ്മയുടെ വീട്ടുകാർ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ സ്വർണ്ണക്കടയിൽ കൊടുക്കാനുള്ള പൈസ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഒരു ആളും ഉണ്ടായിരുന്നു, ഇവിടെ നിലക്കാരൻ. ഈ സ്വർണ്ണക്കടത്തെ ആൾ നമ്മുടെ അടുത്ത് പൈസ ചോദിക്കാൻ പറഞ്ഞയച്ച ആൾ നമ്മളോട് പറഞ്ഞതാ, നിങ്ങളെ വീട്ടിലെ അടുത്ത കല്യാണമല്ലേ, അപ്പോൾ ഇങ്ങനെ ചെയ്യാം, നിങ്ങളവിടെ കൊടുക്കാനുള്ളത് കൊടുക്ക്, ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ആ സ്വർണം വേറെ അടുത്ത സ്വർണം വാങ്ങിത്തരാം, ഒരു 10 പവനിൽ നമുക്ക് ശരിയാക്കാന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് പറഞ്ഞ് നമ്മൾ താത്താൻ്റെ മഹറും പണയം വെച്ച് അതുപോലെ കിട്ടിയ കുറച്ച് പൈസ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ കടയിൽ കൊടുത്തുട്ടാ. കടയിൽ അയാൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ സ്വർണ്ണം എടുക്കാൻ വായോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ച് വരുത്തിയിട്ട് നമ്മളൊരു എടപ്പാട് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ പോയി നിന്ന് ഞാനും എൻ്റെ അമ്മയൊക്കെ കേട്ടോ പോയി നിന്നിട്ട് ആ ടൈമിൽ നമ്മൾ ഈ സ്വർണ്ണക്കടയ്ക്ക് വിളിക്കും. നമ്മൾ അവിടെ നിന്ന് വിളിക്കാൻ പറഞ്ഞതാണ്. വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഫോൺ എടുക്കുന്നില്ല. ലാസ്റ്റ് ഇയാൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞ് നിങ്ങളുടെ
എൻ്റെ ഉപ്പാൻ്റെ വീട്ടുകാരുടെ പേര് ഞാൻ അതിൽ മെൻഷൻ ചെയ്യുന്നില്ല. അവർ പറഞ്ഞു കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ കടം അവർക്ക് കൊടുക്കാനുള്ള പൈസ ഞങ്ങളിതൊക്കെ വിറ്റിട്ടല്ല പോയത്. അതും പോയി, നമ്മളെന്നാലും കൊടുക്കാനുള്ളത്. പക്ഷെ ആ ഒരു സമയത്ത് അതും പോയി, ഒന്നുമില്ലാതായി. ഒന്നും എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എൻ്റെ താത്താൻ്റെ ജീവിതം പ്രതിസന്ധിയിലായി, എൻ്റെ ജീവിതം പ്രതിസന്ധിയിലായിട്ടോ. അങ്ങനെ ഞാനും എൻ്റെ താത്തി ഒരു തീരുമാനം എടുത്ത് എന്നെ കെട്ടുന്ന ആളോട് വിളിച്ചിട്ട് പറയാം, നമുക്കിതൊന്നും താങ്ങണില്ല, ഒന്നുമില്ല, നിങ്ങൾ കെട്ടണ്ടെന്ന് പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ താത്തക്ക് വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ, ഒന്നുമില്ല, ഒന്നും തരാനില്ല, കല്യാണത്തിൽ നിന്ന് ഒഴിവായിക്കാളേന്ന് പറഞ്ഞു. ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഒഴിവായിക്കാളേന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്തു, നമ്മൾ ഒഴിവാവാൻ പറഞ്ഞിട്ട് ഇവർ ഒഴിവാവണില്ല. എത്ര പറഞ്ഞിട്ടും ഇവർ ഒഴിവാവണില്ല, ഞാൻ ഒഴിവാവൂല എന്ന് പറഞ്ഞ്. അങ്ങനെ ഞായറാഴ്ച കല്യാണമാണെങ്കിൽ വെള്ളിയാഴ്ച എന്നെ കെട്ടുന്ന ആൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ്, എനിക്ക് ഒഴിവാൻ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും, അല്ലെങ്കിൽ ഞാൻ ഇവിടെയും കൊണ്ടുപോകും. അപ്പോൾ വീട്ടുകാരൊന്നും അറിയണ്ട, നിങ്ങൾ ഗ്യാരണ്ടി ഇട്ടിട്ട്, ഫുൾ ഗ്യാരണ്ടി ഇട്ടിട്ട് നിങ്ങൾ ഓളെ എനിക്ക് ഇറക്കി തന്നാളേന്ന് പറഞ്ഞു. അതിന് മുന്നേ ഒരു സംഭവം ഉണ്ട്, സ്ത്രീധനം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സ്ത്രീധനം കൊടുക്കണമെങ്കിൽ എന്താ അവർ ചെയ്തിട്ട് 30,000 രൂപ എന്നൊക്കെ എന്നെ ഇവർ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 1 ലക്ഷം അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഇവർ കിട്ടുന്ന ആൾ പറഞ്ഞ്, നിങ്ങൾ 70,000 രൂപ ഞാൻ കൊടുന്നേരാം, എന്ന സ്ഥലത്ത് വായോ, ഞാൻ കൊടുന്നേരാം, അത് കൊണ്ടുപോയിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. അത്രയും കഷ്ടപ്പെട്ടിട്ട് എന്നെ കല്യാണം കഴിച്ചത്. എന്നിട്ട് അത് കൊണ്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ ആങ്ങളാർ പോയി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആങ്ങളാരില്ല, ആങ്ങളാർക്ക് അവരെടുത്തുന്ന മാക്സിമം എല്ലാം എടുത്തിട്ട് വേണം താത്താൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. അങ്ങനെ ഇവർ ആ ഒരു പൈസ വാങ്ങിയിട്ട് ഇവർ ഏട്ടൻ്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. കാരണം അവിടെ എൻ്റെ വില ഇടിയരുത്, അവർ കെട്ടിക്കൊണ്ടിരുന്ന ഭാര്യയുടെ വില അവിടെ ഇടിയരുത് എന്നാണ് അവർ ചിന്തിച്ചത്. എന്നിട്ട് ആ പൈസ കൊണ്ടുകൊടുത്തു കേട്ടോ. അങ്ങനെ ആ ഒരു കാര്യം കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അങ്ങനെ ഫുൾ ഗ്യാരണ്ടി ഇട്ടിട്ട് ഇറക്കാന്നൊക്കെ പറയും. എൻ്റെ ഒരു മാനസിക അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഏതൊരു പെണ്ണിൻ്റെ സ്വപ്നമായിരിക്കുമല്ലേ അവളുടെ കല്യാണം. അങ്ങനെ ഉടുക്കാനൊരു കല്യാണത്തിന് സാരി പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. സാരി പോയിട്ട് ഒരു ചെരുപ്പ് പോലും ഉണ്ട്. അത്രയും പ്രതിസന്ധിയിലായിരുന്ന ഒരു സമയമായിട്ട് ഉടുക്കാനൊരു സാരി പോലും ഉണ്ടായിരുന്നില്ല. അത്ര സങ്കടം പിടിച്ചൊരു സമയമായിരുന്നു. അങ്ങനെ ഫുള്ള് ഗ്യാരണ്ടി 50 പവൻ തോന്നുന്ന പോലത്തെ ഗ്യാരണ്ടി, ഏതായാലും ഗ്യാരണ്ടി അല്ല അവർ പറയും, ഏതായാലും ഗ്യാരണ്ടി അല്ല എടുക്കണമെങ്കിൽ നല്ല പൊക്കത്തിൽ തന്നെ എടുത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഗ്യാരണ്ടി എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു പ്രതിസന്ധിയും കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ നിശ്ചയം കഴിഞ്ഞാൽ വള ഉണ്ടല്ലോ, ആ വള വീട്ടുകാർ പണയം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് എടുക്കാൻ പറ്റില്ല, ലേലം വിളിച്ചു പോയി. അങ്ങനെ ആ വള എടുക്കാനുള്ള തത്രപ്പാട് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടി. എന്നിട്ട് കല്യാണത്തിൻ്റെ അന്ന് ഫുള്ള് ഗ്യാരണ്ടി, ഈ ഒരു കമ്മൽ പോലും ഇല്ല. അങ്ങനെ എൻ്റെ താത്താൻ്റെ കല്യാണ സാരി എടുത്തിട്ടാണ് ഞാൻ അന്ന് ഒരുങ്ങുന്നത് കേട്ടോ. കല്യാണത്തിൻ്റെ ആ ഒരു ടൈമിൽ ഒരുങ്ങുന്നതും അങ്ങനെയാണ്. അങ്ങനെ ഗ്യാരണ്ടി ഇട്ട കാതിലത്തെ ഊരിപ്പോയപ്പോൾ എൻ്റെ ഉമ്മയുടെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അവർ എന്താ ഇപ്പം അത് കാതിലത്തെ പോലും ഇല്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ് ഉള്ളി പറക്കിയിട്ട് ഉള്ളതൊക്കെ വെച്ചിട്ട് 1 ഗ്രാമിൻ്റെ കാതിലത്തെ ഇട്ടിട്ടാണ് ഞാൻ പെണ്ണിറങ്ങുന്നത്. ബാക്കി മൊത്തം ഗ്യാരണ്ടി കേട്ടോ. മൊത്തം ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ മൊത്തം ഗ്യാരണ്ടി. അങ്ങനെ മാറ്റാൻ ആൾക്കാർ വന്നു. അപ്പോൾ ഇവർ വള, എനിക്ക് നിശ്ചയത്തിന് ഇട്ടുണ്ടായിരുന്ന വള നല്ല ഉണ്ടാക്കിച്ച് നല്ല ചിത്രപ്പണിയൊക്കെ ഉള്ള വളയായിരുന്നു. അപ്പോൾ ഇവർ മാറ്റാൻ വന്നപ്പോൾ ചോദിച്ചു, എൻ്റെ വള എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ വള കാണിച്ചു, ഇതല്ലല്ലോ ഞങ്ങൾ ഇട്ട വള എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അങ്ങനെയൊക്കെയാണ് കല്യാണത്തിൻ്റെ ഒരു റൂട്ട് പോയിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങളോട് പറയാനുണ്ട്. പക്ഷെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഒരു സ്റ്റോറി സ്റ്റോപ്പ് ചെയ്യണം. ഇതിൻ്റെ ബാക്കി ഒരുപാട് പറയാനുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഒരു പെൺകുട്ടിനെയും കെട്ടിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള പ്രതിസന്ധിയിലോടുകൂടെ കല്യാണം കഴിച്ചു കൊടുക്കരുത്. 2, അവൾ ആ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ഒന്നാമത്തെ കാര്യം എന്താ, രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യം പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയാം, ആ പെൺകുട്ടിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. ഇപ്പം എൻ്റെ ഒരു ലൈഫ് പറയുകയാണെങ്കിൽ എവിടെ കല്യാണം ഉണ്ടെങ്കിലും, എൻ്റെ ഫാമിലിയിലായാലും എവിടെ ആയാലും കല്യാണം ഉണ്ടെങ്കിൽ എനിക്ക് അപ്പം സങ്കടം വരും. ഞാൻ ഇതുപോലെ ഇറങ്ങേണ്ടി വരുമല്ലോ എന്ന് അടക്കം ആ ചിന്ത കൊണ്ട് ഭയങ്കര സങ്കടം വരും. ഞാൻ എത്രയോ കല്യാണത്തിന് പോയിട്ട്, ഫാമിലിത്തെ കല്യാണത്തിനൊക്കെ പോയിട്ട് മാറിയിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് ഓർമ്മ വരും, പഠിച്ചവരും ഞാനിങ്ങനെ ഇറങ്ങേണ്ടതല്ല, എനിക്ക് മാത്രം എന്ത് വിധിയാണ് ഇങ്ങനെ വരാൻ. കാരണം ഞാൻ ഒന്ന് സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ല. പക്ഷെ എൻ്റെ വീട്ടുകാരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. പണിയെടുത്തൊന്നും ഇല്ലാഞ്ഞിട്ട് എന്നെ ഉണ്ടെങ്കിൽ എൻ്റെ അപ്പം എങ്ങനെയെങ്കിലും എനിക്ക് തരുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ നമുക്കൊന്നിനും പറ്റിയിട്ടില്ല. പല ഭാഗത്തു നിന്നും നമുക്ക് പല മുടക്കുകൾ വന്നിട്ടുകൊണ്ട് തന്നെ ഒന്നും നടന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്ത്രീധനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടോ, അതുപോലെ തന്നെ 1 വർഷം കഴിഞ്ഞിട്ട് തരാം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിക്കരുത്. അവൾ പിന്നീടുള്ള ജീവിതത്തിൽ അവൾ ഒന്നിനും പറ്റാത്തവളാവും. അതുപോലെ തന്നെ ഒരു ഗ്യാരണ്ടി പണ്ടിട്ടിട്ടും കെട്ടിക്കരുത്. കാരണം അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ അതറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അവസ്ഥ നിങ്ങളൊന്ന് ഊഹിച്ചു നോക്ക്.
ചിലപ്പോൾ നമ്മളെ ഈ കല്യാണം കഴിച്ച ആൾ പോലും നമുക്ക് ആ ഒരു ടൈമിൽ ചിലപ്പോൾ സപ്പോർട്ട് തന്നില്ല എന്നൊക്കെ വരും. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ ഫുൾ സ്റ്റോറി അറിയണമെങ്കിൽ. കാണുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ റംന ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമായിരുന്നു. പക്ഷെ ഇതൊന്നല്ല റംന. യഥാർത്ഥം റംന ഒരുപാട് അനുഭവിച്ചതാണ്. ഈ ഒരു പ്രായത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് അനുഭവിച്ചതാണ്. ഇപ്പം എനിക്ക് 3 പെൺകുട്ടികളുണ്ട്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം ഒരിക്കലും എൻ്റെ പെൺകുട്ടികൾക്ക് എൻ്റെ ഗതി വരരുതെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ഒരിക്കലും എൻ്റെ പെൺകുട്ടികൾക്ക് എൻ്റെ ഗതി വരരുത്. കാരണം എനിക്ക് അത്രയും സ്വപ്നങ്ങളുള്ളൊരു കുട്ടിയായിരുന്നു. ഇന്നും അതൊക്കെ ആലോചിക്കും ഭയങ്കര സങ്കടം. അപ്പം എൻ്റെ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും അവർക്ക് ഒരു ജോലി ആയിട്ട് നമ്മളെ കയ്യിലുണ്ട്, അവർക്ക് മുതലൊന്നും വേണ്ട എന്ന് ചോദിച്ച ആളെ മാത്രമേ കെട്ടിക്കുള്ളൂ എന്ന് അതെൻ്റെ ഒരു തീരുമാനമാണ്. കാരണം അവർക്കും സ്വപ്നങ്ങളുണ്ട്. അവരവരെ കെട്ടിച്ച ആളുടെ മുന്നിലോ ഒന്നും അല്ലാതെ ആവണവരുത്. അല്ലെങ്കിൽ നമ്മളെ ഉമ്മയും വാപ്പയും ഈ കെട്ടിയ ആളുടെ മുന്നിൽ വീട്ടുകാരുടെ മുന്നിൽ ഒന്നിനും പറ്റാത്തവരാവരുത്. അപ്പം ഞാൻ നിർത്തുകയാണ്. അപ്പോൾ സോറി, ഞാൻ കരഞ്ഞു പോയതാണ്. എൻ്റെ സ്റ്റോറി പറയുമ്പോൾ എപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഇതായി ബുദ്ധിമുട്ടായി തോന്നിയെങ്കിൽ സ്റ്റോറി. അപ്പോൾ ഇതിൻ്റെ ബാക്കി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ് ഞാൻ പറയാം. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ.